ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിക്കുമ്പം അത് കറക്റ്റ് പ്രോപ്പർ ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് മെറ്റീരിയൽ, പിന്നെ മെഷർമെൻറ്റ്. അപ്പോൾ മെറ്റീരിയലിൽ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് മെറ്റീരിയൽ തന്നെ നോക്കാം. നിങ്ങൾ ഒരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ആ ബ്ലൗസിന് എത്ര മീറ്റർ ക്ലോത്താണ് വേണ്ടതെന്നുള്ളത്, അതായത് ഓരോ മോഡലിനും അനുസരിച്ച് മെറ്റീരിയലിൻ്റെ അളവിലും വ്യത്യാസം വരും. സ്ലീവിലും നെക്കിലും ഒക്കെ കൊടുക്കുന്ന ഡിസൈൻസിൻ്റെ ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന റണ്ണിങ് മെറ്റീരിയലൊക്കെ മുറിച്ചെടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലോത്ത് ടൈലറോട് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. കടയിൽ നിന്ന് എല്ലാവരും വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, കടക്കാർ പറഞ്ഞു തുണി ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എന്ന് പറയും. നമ്മളിവിടെ വന്ന് അളന്ന് നോക്കുമ്പോൾ തുണി കാണത്തില്ല. ഒരുപാട് ചുരിദാർ മെറ്റീരിയലൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കേസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കസ്റ്റമറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവരെ അളന്ന് കാണിക്കും, ഇത്രയും തുണിയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ അളന്ന് കാണിച്ചിട്ടൊക്കെ ഇപ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. എന്നാലും അവർ പറയുന്നത് തുണി എടുക്കാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തുണി ഉണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അളവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംതൃപ്തിയുള്ള ഒരു ഡ്രസ്സായിരിക്കണം. അത് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ലൂസൊന്നുമില്ല, കറക്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ഡ്രസ്സാണെന്ന് ഉറപ്പ് വരുത്തി ആ ഡ്രസ്സ് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അളവിന് കൊടുക്കാനായിട്ട്. അതല്ല നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് ഇട്ട് കഴിയുമ്പം സംതൃപ്തിയുള്ള ഒരു ഡ്രസ്സായിരിക്കണം നിങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നത്. ഷോൾഡർ, അതുപോലെ തന്നെ ബോഡി ഫിറ്റിങ്, അതെല്ലാം നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ ബ്ലൗസിനൊക്കെ മെഷർമെൻറ്റ് എടുക്കുമ്പം അതിൻ്റെ കപ്പിൻ്റെ ഫിറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഷോൾഡർ ലൂസ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഇന്നർ, അതായത് ബ്ലൗസ് യൂസ് ചെയ്യുമ്പം എങ്ങനത്തെ ഇന്നറാണോ യൂസ് ചെയ്യുന്നത് സെയിം ഇന്നർ തന്നെ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്തും ഇട്ടിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഓരോ ടൈലർമാർക്കും ചെസ്റ്റ് പോയിൻ്റ് തുടങ്ങിയിട്ടുള്ള കാൽക്കുലേഷൻസിലൊക്കെ ഒരുപാട് വ്യത്യാസം കാണാം. നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം 2 ടൈലർമാർ തയ്ച്ചിട്ടുള്ള സാധനം പോലും നിങ്ങൾക്ക് ചിലപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുള്ളതുണ്ടാകും. പക്ഷേ അവരുടെ സ്റ്റിച്ചിങ്ങിൻ്റെ രീതിയും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഒരു അളവ് ബ്ലൗസ് ഇപ്പോൾ കൊണ്ടുവന്ന് നിങ്ങളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് ഇട്ട് കാണിക്കുക. ഇടുമ്പം അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെസ്റ്റ് പോയിൻ്റ് തുടങ്ങിയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇട്ട് കണ്ടു കഴിയുമ്പോഴത്തേന് ടൈലർക്ക് മനസ്സിലാകും. അപ്പോൾ അതിനനുസരിച്ച് അളവെടുക്കാനും അത് വളരെ ഉപകാരപ്രദമാണ്. നെക്സ്റ്റ് വരുന്നത് ഡിസൈനാണ്. നെക്കിൻ്റെ ഡിസൈന്, സ്ലീവിൻ്റെ ഡിസൈന്, ചുരിദാറാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും അത് ഏത് പാറ്റേണിൽ തയ്ക്കണം, അതുപോലെ തുടങ്ങിയിട്ടുള്ള മോഡലുകൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ടൈലറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്തൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൗസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാഡഡ് ബ്ലൗസാണോ, പ്രിൻസസ് കട്ടാണോ, ഏത് മോഡലാണെന്നുള്ളതും, ഹുക്ക്, സിബ്ബ് തുടങ്ങിയവ എവിടെ വെക്കണം, ബാക്കിലാണോ സൈഡിലാണോ, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നുള്ള ഫീഡിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ലൈനിങ് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ലൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം, അതായത് ചിലർക്ക് ചൂടുള്ള മെറ്റീരിയലൊന്നും പറ്റില്ല, അപ്പോൾ കോട്ടൺ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് മെറ്റീരിയലാണോ ലൈനിങ്ങായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നെക്ക് ഡിസൈൻസിൻ്റെ കാര്യം പറഞ്ഞപ്പം സൂചിപ്പിക്കാനൊരു കാര്യം വിട്ടുപോയി. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ചോദിക്കുമ്പം ചില ആൾക്കാർക്ക് ഏതെങ്കിലും വെച്ചോ, ഇഷ്ടമുള്ളത് വെച്ചോ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നെക്ക് ഡിസൈനെങ്കിലും അവിടെ പറഞ്ഞിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല, അല്ലാത്ത ഏതെങ്കിലും ടൈപ്പ് വെക്ക്, ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കും. ടൈലർ ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു നെക്ക് വെച്ച് കഴിയുമ്പോൾ അയ്യോ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതിന് ശേഷം അത് വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോകാതെ
അവിടെ ഇട്ട് നോക്കാനുള്ള ഒരു മനസ്സുകൂടെ കാണിക്കണം. പലർക്കും മടിയാണ്. ചിലപ്പോൾ ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ടേക്കുന്ന ചുരിദാറിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ ഇടും. അപ്പോൾ അതൊന്നും വിചാരിക്കാതെ ഒരു ട്രയൽ റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഇട്ട് നോക്കി, പ്രോപ്പറായിട്ട് ഇട്ട് നോക്കി, എന്തെങ്കിലും ഷേപ്പ് വരുത്താനോ ലൂസാക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും വഴി വെച്ചൊക്കെ കാണുമ്പോൾ അയ്യോ അന്നത്തെ ഡ്രസ്സ് കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയുക. കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയുമ്പം ആ തയ്ച്ച ആളുടെ മനസ്സിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഡ്രസ്സുകളും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് എല്ലാ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വഴിയിലൊക്കെ നിന്നുകൊണ്ടൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പം ചിലപ്പോൾ ചെറിയൊരു ലൂസോ അല്ലെങ്കിൽ ചെറിയൊരു ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പറയുന്ന രീതിയും ആ ഒരു സാഹചര്യവും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് അപ്പം തന്നെ ആ ഷോപ്പിൽ വെച്ച് തന്നെ ഇട്ട് നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.